നമസ്കാരം. ശ്രീദേവി കളക്ഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീദേവി കളക്ഷൻസ് എന്ന് പറഞ്ഞാലും നമ്മൾ ശ്രീചക്ര ജ്യോതിശാലയത്തിലെ ഒരു വീഡിയോയുമായിട്ടാണ് ഞാനിന്ന് ഇവിടെ ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ നവഗ്രഹ സ്തോത്രത്തിൻ്റെ പ്രാധാന്യവും നവഗ്രഹ സ്തോത്രങ്ങൾ ഏതൊക്കെയാണെന്നും പറഞ്ഞിരുന്നു. അപ്പം ഇന്ന് നവഗ്രഹ സ്തോത്രത്തിലെ ഒന്നാമത്തെ സ്തോത്രം എന്തിനെ ആസ്പദമാക്കിയിട്ടാണെന്നും ആരെ സൂചിപ്പിക്കുന്നതാണെന്നും അതിൻ്റെ അർത്ഥവ്യാഖ്യാനം എന്താണെന്നും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത്. നവഗ്രഹ സ്തോത്രത്തിലെ ഒന്നാമത്തെ സ്തോത്രം സൂര്യനെ, സാക്ഷാൽ ആദിത്യ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അതൊന്ന് കേട്ടു നോക്കാം. ജപാകുസുമസംഘാശം കാശ്യപേയം മഹാദ്യുതിം തമോരിം സർവപാപജ്ഞം പ്രണതോസ്മി ദിവാകരം. ഇതാണ് നവഗ്രഹ സ്തോത്രത്തിലെ ഒന്നാമത്തെ സ്തോത്രമായ ആദിത്യനെ, അതായത് സൂര്യഭഗവാനെ, രവിയെ സ്തുതിച്ചുകൊണ്ടുള്ള ഒന്നാമത്തെ സ്തോത്രമാണ് ഇപ്പം ഞാനിവിടെ ചൊല്ലിയത്. ജപാകുസുമ സംകാശം കാശ്യപേയം മഹാദ്യുതി തമോരിം സർവപാപജ്ഞം പ്രണതോസ്മിതി ഭാകരം എന്ന് വെച്ചാൽ ചെമ്പരത്തിപ്പൂവിൻ്റെ തേജസ്സോടെ. ചെമ്പരത്തിപ്പൂവ് എങ്ങനെയാണ് അല്ലേ? ചെമ്പരത്തിപ്പൂവിൻ്റെ തേജസ് എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പം ചെമ്പരത്തിപ്പൂവിൻ്റെ തേജസ്സോടെ കശ്യപൻ്റെ പുത്രനായി, അതായത് കശ്യപ ഋഷിയുടെ കശ്യപൻ്റെ പുത്രനായ മഹാപ്രഭനായി, ശോഭയുള്ളവൻ, അതായത് ചെമ്പരത്തിപ്പൂവിൻ്റെ തേജസ്സോടെ കശ്യപൻ്റെ പുത്രനായി ശോഭയുള്ളവനും ഇരുളിനെ ശത്രുവായി കാണുന്നവൻ എന്ന് വെച്ചാൽ അന്ധകാരത്തെ അകറ്റുന്നവനും, ഇരുളിനെ ശത്രുവായി കാണുന്നവനും, ഇരുളിനെ ശത്രുവായി കാണുന്നു പറഞ്ഞാൽ രാത്രിയെ ശത്രുവായി കാണുക, അതായത് ഇരുട്ടിനെ, അതായത് അന്ധകാരത്തെ അകറ്റുക, നമ്മളിൽ നിന്ന് അന്ധകാരത്തെ അകറ്റുന്നവനും, സർവപാപങ്ങൾക്ക് ഹരനായിരിക്കുന്ന, അതായത് എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കുക, സർവപാപങ്ങൾക്ക് ഹരനായിരിക്കുന്ന എന്ന് വെച്ചാൽ എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കുന്നവനും ആയ ആദിത്യ ഭഗവാനെ, സൂര്യഭഗവാനെ അങ്ങയെ ഞാൻ സാഷ്ടാംഗം പ്രണമിക്കുന്നു. ഇതാണ് നവഗ്രഹ സ്തോത്രത്തിലെ ഒന്നാമത്തെ സ്തോത്രമായ ആദിത്യനെ, അതായത് രവിയെ സ്തുതിച്ചുകൊണ്ടുള്ള സ്തോത്രം. അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് ചെമ്പരത്തിപ്പൂവിൻ്റെ തേജസ്സോടെ കശ്യപൻ്റെ പുത്രനായിരിക്കുന്ന, ശോഭയുള്ളവനും മഹാപ്രഭനായിരിക്കുന്ന, ഇരുളിനെ ശത്രുവായി കാണുന്ന, അന്ധകാരത്തെ സർവപാപങ്ങൾക്കും ഹരനായിരിക്കുന്ന, അതായത് എല്ലാ പാപങ്ങളും ഇല്ലാതാക്കുന്നവനുമായ സൂര്യഭഗവാനെ അങ്ങയെ ഞാൻ സാഷ്ടാംഗം പ്രണമിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ, അതായത് സ്തോത്രത്തിൻ്റെ അർത്ഥം. നമ്മുടെ നവഗ്രഹ സ്തോത്രങ്ങളിലെ 9 സ്തോത്രങ്ങളിൽ ആദ്യത്തെ സ്തോത്രമായ സൂര്യഭഗവാനെ ഭജിച്ചുകൊണ്ടുള്ള ഒന്നാമത്തെ സ്തോത്രത്തിൻ്റെ അർത്ഥം ഇതാണ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നവഗ്രഹ സ്തോത്രത്തിൽ രണ്ടാമത്തെ സ്തോത്രമായ സാക്ഷാൽ ചന്ദ്രദേവനെ ഭജിച്ചുകൊണ്ടുള്ള സ്തോത്രമാണ് രണ്ടാമത്തെ സ്തോത്രം. ഈ രണ്ടാമത്തെ സ്തോത്രവും അതിൻ്റെ അർത്ഥവ്യാഖ്യാനവുമായി അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. അതുവരെ നന്ദി, നമസ്കാരം.